നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ BJP ഒരു പുത്തൻ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ആ പരീക്ഷണം അരങ്ങേറുക. അതും മറ്റൊന്നുമല്ല, കത്തോലിക്ക പുരോഹിതന്മാരെ, ക്രൈസ്തവ പുരോഹിതന്മാരെ സ്ഥാനാർത്ഥികളായി നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രമാണ് ഇനി BJP കേരളത്തിൽ ആവിഷ്കരിക്കാൻ പോകുന്നത്. ക്രൈസ്തവർക്ക് നിർണായക സ്വാധീനമുള്ള ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ചില പ്രമുഖ മണ്ഡലങ്ങളിലാണ് പുരോഹിതന്മാരെ തന്നെ, ക്രൈസ്തവ പുരോഹിതന്മാരെ എന്ന് വെച്ചാൽ പള്ളിയിൽ അച്ഛന്മാരെ തന്നെ സ്ഥാനാർത്ഥികളായി നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ നീക്കത്തിന് BJP തുടക്കമിടുന്നത്. ഇതിനുള്ള ആലോചനയും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്നതിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചാണ് വഖഫ് ബോർഡ് അമെൻമെന്റ് ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് കേരളത്തിലെ MP-മാർ വോട്ട് ചെയ്യണമെന്ന് KCBC, കേരള ബിഷപ്പ് കാത്തലിക് കോൺഫറൻസ്, ഒരു പത്രക്കുറിപ്പ് തന്നെ ഇറക്കി. കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയായ KCBC കേരളത്തിലെ 20 MP-മാരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ബോർഡ് ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാണ്. അത് വെറുതെ ആവശ്യപ്പെടുകയില്ല, ഒരു നിർദ്ദേശം പോലെ, ഒരു താക്കീത് പോലെ അവർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൻ്റെ CPM-നും കോൺഗ്രസിനും ഒരിക്കലും അങ്ങനെ വോട്ട് ചെയ്യാൻ നിവൃത്തിയില്ല. ഇവർ രണ്ടുപേരും വഖഫ് ബോർഡ് ഭേദഗതിക്ക് എതിരായി മാത്രമേ വോട്ട് ചെയ്യൂ. ഇതോടെ ക്രൈസ്തവ സമൂഹം CPM-നും കോൺഗ്രസിനും എതിരാവും. ഒരുപക്ഷെ ഏക BJP MP ആയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാത്രമായിരിക്കും വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുക. ബാക്കി 19 പേരും എതിർത്ത് വോട്ട് ചെയ്യുമെന്ന് KCBCക്ക് തന്നെ അറിയാം. പക്ഷെ എന്നിട്ടും അവർ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് കോൺഗ്രസിനെയും CPM-നെയും വെട്ടിലാക്കാൻ വേണ്ടിയാണ്. BJPക്ക് ഇത് മറ്റൊരു സുവർണാവസരം കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതോടെയാണ് ക്രൈസ്തവ പുരോഹിതർ തന്നെ, ഈ കാസയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ക്രൈസ്തവ പുരോഹിതരുണ്ട്. അവരൊക്കെ വളരെ തീവ്രമായിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നവരാണ്, പല തീവ്ര നിലപാടുകൾ കൈക്കൊള്ളുന്നവരുമാണ്. ഇത്തരം തീവ്ര നിലപാടുകൾ കൈക്കൊള്ളുന്ന കാസയുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന RSS ആയ RSSനോടും കാസയോടുമൊക്കെ അടുപ്പമുള്ള ചില ക്രൈസ്തവ പുരോഹിതന്മാർ, ചില പള്ളിയിലച്ചന്മാരുണ്ട്. അവരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലുമൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പരീക്ഷണത്തിലാണ് BJP ഒരുങ്ങുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അത്തരത്തിലുള്ള നീക്കങ്ങൾ ശക്തിയായി തന്നെ തുടരുന്നുണ്ട്. അതിനുള്ള ആദ്യപടി എന്നോണമാണ് KCBC, കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ്, ഈ MP-മാർക്ക് അല്ലെങ്കിൽ ഈ പാർട്ടികളോട്, 2 പാർട്ടികളോടും നിങ്ങൾ വഖഫ് ബോർഡ് ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. കാരണം പണ്ടൊന്നും ഇങ്ങനെ KCBC ഏതെങ്കിലും ഒരു നിയമം പാർലമെന്റിൽ വരുമ്പോൾ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നൊന്നും ആവശ്യപ്പെടാറില്ല. കാരണം അതിലൊന്നും അവർ തല കൊടുക്കാറില്ല. പക്ഷേ ഈ വഖഫ് ഭേദഗതി നിയമം എന്നത് കേന്ദ്ര സർക്കാർ, BJP സർക്കാർ കൊണ്ടുവരുന്നത് പലപ്പോഴും അത് ക്രൈസ്തവ സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന നിലപാടിലാണ് ഇവർ. കാരണം മുനമ്പത്തെ വിഷയത്തിൽ തന്നെ, മുനമ്പത്ത് ആ വഖഫ് ഭൂമിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ താമസക്കാർ 90% ക്രൈസ്തവരാണ്. അവരോടാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ഒരു നോട്ടീസ് കൊടുത്ത് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയൊരു ചർച്ചയും വലിയൊരു പ്രക്ഷുബ്ധാവസ്ഥയും ഒക്കെ സൃഷ്ടിച്ചിരുന്നു. ഇത് മുതലെടുക്കാൻ BJPയും RSSും ശ്രമങ്ങൾ അന്നേ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് കാസ പോലുള്ള സംഘടനകൾ. ഇപ്പോൾ ഈ കാസ പോലുള്ള സംഘടനകളുടെ വഴിയിലേക്ക് KCBC പോലുള്ള സംഘടനയും വന്നിരിക്കുകയാണ്. അവർ CPM-നും കോൺഗ്രസിനും നിർദ്ദേശം നൽകി കഴിഞ്ഞു, നിങ്ങൾ അമെൻമെന്റ് ബില്ലിന്, വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന്. ഒരിക്കലും അവർക്ക് സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അച്ഛന്മാർ ഈ വഖഫ് ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് CPM-നോടും കോൺഗ്രസിനോടും പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ CPM-ലും കോൺഗ്രസിനും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇവർ അങ്ങനെ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ആ അവസരം BJP മുതലെടുത്ത് ഈ കത്തോലിക്ക സഭ പറയുന്ന, ക്രൈസ്തവ സഭകൾ പറയുന്നവരെ സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ അവർ തയ്യാറാവുകയും ചെയ്യും. കാരണം BJPക്ക് ഇക്കാര്യത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ എവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും, പ്രത്യേകിച്ച് പാല പോലുള്ള മണ്ഡലത്തിൽ, അനൂർ, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ക്രൈസ്തവ പുരോഹിതരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കഴിഞ്ഞാൽ അത് BJPക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. അതൊരു കേരളത്തിൽ പുതിയ പരീക്ഷണമാവുകയും ചെയ്യും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് കിട്ടിയാലും അവർക്ക് ബോണസാണ്, അവർക്ക് ലോട്ടറി അടിച്ചതാണ്. അതുകൊണ്ട് എത്ര വലിയ കളിക്കും അവർ തയ്യാറാകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ക്രൈസ്തവ പുരോഹിതർ, ഏതാണ്ട് 6ഓളം ക്രൈസ്തവ പുരോഹിതരെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്താനാണ് BJP ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അറിയുന്നു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 6 മണ്ഡലങ്ങളിൽ 6ഓളം ക്രൈസ്തവ പുരോഹിതരെ സ്ഥാനാർത്ഥിയാക്കി നിർത്താനും, ക്രൈസ്തവ പുരോഹിതരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ സഭയ്ക്ക് നിഷ്പക്ഷത പാലിക്കാൻ പറ്റില്ല എന്ന് BJPക്ക് അറിയാം. സഭയ്ക്ക് നിഷ്പക്ഷത പാലിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഈ
ക്രൈസ്തവ പുരോഹിതന്മാരെ BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി താമര ചിഹ്നത്തിൽ നിർത്തിക്കൊണ്ട് അവരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കാനാണ് BJP ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള തന്ത്രമാണ് BJP ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. അതിന് KCBCയുടെ മൗന അനുവാദമുണ്ട്. അതിനുള്ള ആദ്യ വെടിപൊട്ടിയതാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന KCBC ഒരു നിർദ്ദേശം കോൺഗ്രസിനും CPMനും മുന്നിൽ വച്ചത്.